ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. തൃശൂർ വെളിയന്നൂർ റോഡിൽ കെട്ടിടത്തിന് മുകളിൽ കയറി യുവാവിന്റെ ആത്മഹത്യാശ്രമം. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. അഗസ്റ്റിൻ വിവരങ്ങളുമായി ചേരുന്നു. അഗസ്റ്റിൻ, എന്താണ് ഒരു ആത്മഹത്യാ ശ്രമത്തിനുള്ള കാരണം? നിലവിൽ എന്താണ് അവസ്ഥ? നിലവിൽ തൃശൂർ രാഷ്ട്രവീതിക റോഡിലുള്ള ഒരു വീടിന്റെ മുകൾ നിലയിൽ സൺഷൈഡിനോട് ചേർന്ന് ആൾക്ക് കയറി നിൽക്കുകയാണ്. തലയിലാകെ പെയിന്റ് ഉണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂറായി അദ്ദേഹം ആ കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിൽക്കാൻ തുടങ്ങിയിട്ട്. ആള് മാനസിക വിഭ്രാന്തിയുള്ള ആളാണെന്നാണ് പറയുന്നത്. പാലക്കാട് സ്വദേശി ഇർഷാദ് എന്നു പേരുള്ള ആളാണെന്നാണ് അദ്ദേഹത്തിന്റെ ആധാർ കാർഡ് കിട്ടിയതിൽ നിന്ന് മനസ്സിലായത്. എന്താണ് അതിന്റെ മുകളിൽ കയറി നിൽക്കാനുള്ള പ്രചോദനം എന്നുള്ളത് വ്യക്തമായിട്ടില്ല. പക്ഷേ അതിന്റെ മുകളിൽ നിന്ന് ഓടും ചില്ലും ഒക്കെ എടുത്ത് ആൾക്കൂട്ടത്തിന് നേരെ അയാൾ എറിയുന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. എല്ലാവരും ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത്. ആളെ വ്യക്തമായി ആള് പാലക്കാട് സ്വദേശിയാണ്. ആള് മാനസിക വിഭ്രാന്തിയുള്ള ആളാണെന്നാണ് പോലീസ് പറയുന്നത്. 2 മണിക്കൂറായി ഈ കെട്ടിടത്തിന്റെ മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതായി തുടങ്ങിയിട്ട്. അഗസ്റ്റിൻ, ഈ യുവാവ് പാലക്കാട് സ്വദേശിയാണെന്ന് പറഞ്ഞു. തൃശ്ശൂരിൽ ഇപ്പോൾ എങ്ങനെയാണ്? തൃശ്ശൂരിൽ താമസിക്കുന്ന ആളാണോ അതോ തൃശ്ശൂരിൽ ജോലി ചെയ്യുന്ന ആളാണോ? ആളെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു ദൃശ്യങ്ങളിൽ നിന്നും. എന്താണ് അയാൾ യഥാർത്ഥത്തിൽ പോലീസിനോട് പറയുന്നത്? അത്തരം കാര്യങ്ങളൊന്നും ഒരു വ്യക്തത ഇതുവരെയില്ല. പോലീസിന് സമീപത്തു നിന്ന് കിട്ടിയ ആധാർ കാർഡിൽ നിന്നാണ് ഈ വ്യക്തി പാലക്കാട് സ്വദേശി ഇർഷാദ് ആണെന്ന് മനസ്സിലായത്. അയാളുടെ പെരുമാറ്റം കൊണ്ടാണ് അയാളൊരു മാനസിക വിഭ്രാന്തിയുള്ള ആളാണെന്ന് മനസ്സിലായത്. എന്നാൽ പരിസരവാസികൾക്ക് ആർക്കും തന്നെ ഇയാളെ ഇവിടെ കണ്ടു പരിചയമില്ല. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആധാർ കാർഡിന്റെ ഐഡന്റിറ്റി മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. നമുക്ക് മാത്രമല്ല പോലീസിന് ലഭ്യമായിട്ടുള്ളൂ. ആളുടെ ഇതിന് പിന്നിലുള്ള ചേതോവികാരമോ അല്ലെങ്കിൽ ആളുടെ എന്താണ് പ്രചോദനം എന്നുള്ളതൊന്നും ഇതുവരെ ആർക്കും വ്യക്തമായിട്ടില്ല. അഗസ്റ്റിൻ, ഇപ്പോഴും ഇയാൾ കെട്ടിടത്തിന് മുകളിൽ തന്നെ നിൽക്കുകയാണോ? ഇയാളെ താഴെ ഇറക്കാനായിട്ട് സാധിച്ചിട്ടില്ലേ? ഇപ്പോഴും അയാൾ ആ സൺഷൈഡിൽ നിൽക്കുകയാണ്. അയാളുടെ ഒരു കയ്യിൽ ഒരു ഓടും മറ്റേ കയ്യിൽ ഉണ്ട്. അല്പം മുമ്പ്, ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ്, ഒരു ചില്ലെടുത്ത ആൾക്കൂട്ടത്തിന് നേരെ എറിയുന്നൊരു സംഭവം ഉണ്ടായി. അതിനു മുമ്പ് ഓട് പല പ്രാവശ്യം ആൾക്കൂട്ടത്തിന് നേരെ എറിഞ്ഞുവെന്നാണ് ഇവിടെ നിൽക്കുന്ന കാണികൾ പറയുന്നത്. സ്ഥിരബുദ്ധി ഇല്ലാത്ത പോലെയാണ് ആള് പ്രതികരിക്കുന്നത്. ശരി അഗസ്റ്റിൻ, വിവരങ്ങൾ നൽകിയതിന്. ഏതായാലും തൃശൂർ വെളിയന്നൂർ റോഡിൽ കെട്ടിടത്തിന് മുകളിൽ കയറി യുവാവിന്റെ ആത്മഹത്യാശ്രമം. പാലക്കാട് സ്വദേശിയാണെന്നാണ് പ്രാഥമികമായി വിവരങ്ങൾ ലഭിക്കുന്നത്. മാനസിക വിഭ്രാന്തി കാണിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം. എന്നാൽ ഇതുവരെയും കെട്ടിടത്തിന് മുകളിൽ നിന്ന് അദ്ദേഹത്തെ താഴെ ഇറക്കാനായി സാധിച്ചില്ല. എന്താണ് ആത്മഹത്യാശ്രമത്തിന്റെ കാരണം എന്നത് വ്യക്തമല്ല. വിവരങ്ങളാണ് അഗസ്റ്റിൻ നൽകിയത്.